പ്രൈസ് ഗാഡ്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. വളരെ ശക്തമായ ഒരു സാമൂഹിക പ്രതിഫലനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവചനമെന്നത് സമൂഹത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റുവാൻ കഴിയുന്ന ഒന്നല്ല എന്നും, സമൂഹത്തിൽ മനുഷ്യനെന്ന സാമൂഹിക ജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് യഥാർത്ഥ പ്രവചന ശബ്ദമെന്ന് മുന്നോട്ട് വയ്ക്കുന്നതാണ് പഴയ നിയമത്തിലെ ഏറെ പ്രവചനങ്ങളും. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സമകാലിക പ്രവചന ശബ്ദങ്ങൾ പലതും മറ്റൊരു ലോകത്തെയാണ്, അല്ലെങ്കിൽ അദൃശ്യമായ നാം പോലും കാണാത്ത അദൃശ്യമണ്ഡലത്തിലുള്ള ലോകത്തെയാണ് വരച്ചു കാണിക്കുന്നത്. അത് പ്രസക്തം തന്നെയെങ്കിലും അതിൽ സാമൂഹികമായ ഒരു തരത്തിലുള്ള നന്മയും നമുക്ക് കാണുവാനായി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക രൂപാന്തരങ്ങൾ പ്രവചനങ്ങളിലേക്ക് മുന്നോട്ട് വരാത്തത്. പഴയ നിയമ പ്രവചനങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ അതിലേറെ പ്രവചനങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും ചരിത്രപരവുമായ ആശയങ്ങളാണ് പ്രവചനങ്ങളെ മിക്കതും നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇതിൽ മീഖയുടെ പ്രവചനം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായി കാണുവാനായി സാധിക്കുന്നുണ്ട്: ന്യായം പ്രവർത്തിപ്പാനും അല്ലെങ്കിൽ നീതി പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനുമല്ലാതെ ഞാൻ നിന്നോട് എന്താണ് ആവശ്യപ്പെട്ടത് എന്നുള്ള വസ്തുത. അതോടൊപ്പം തന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: കർമ്മത്തിലോ മേധസ്സിലോ യാഗത്തിലോ ഒന്നുമല്ല, നീതിയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. എന്താണ് നീതി? ആ നീതി എന്നത് അനാഥനെ ചേർത്തുകൊള്ളുന്നതും വിധവയെ ചേർത്തുകൊള്ളുന്നതും സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ അധാർമികതയെ ചെറുക്കുന്നതുമാണ് യഥാർത്ഥ നീതി എന്നും യഥാർത്ഥ ആരാധനയെന്നും ഉദാത്തമായി യെശയ്യാവിൽ പ്രകടമായി കാണുന്നുണ്ട്. അതിൽ ആരാധന കേവലം കർമ്മമല്ല, അല്ലെങ്കിൽ ഒരു റിച്വലല്ല, അതിനപ്പുറം സോഷ്യൽ ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ സാമൂഹിക നീതിയാണ്. യഥാർത്ഥ ഉപവാസം എന്താണെന്നും യെശയ്യാവ് വരച്ചു കാണിക്കുന്നത് അന്യായത്തെ ചെറുക്കുക, നീതിപരമായി ജീവിക്കുക, സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് കരം കൊടുക്കുക. ഇതല്ലയോ യഥാർത്ഥ ആരാധന എന്ന സാക്ഷ്യവും യെശയ്യാവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രവചനങ്ങൾ പലതും സാമൂഹികപരമായ നീതിയെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്. അതിൽ ഏറ്റവും ശക്തമായ ആശയം ഇന്നത്തെ സമകാലികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധം ഒക്കെയും നാം മനസ്സിലാക്കേണ്ടുന്നത് യുവതലമുറയുടെ പ്രതികരണമാണ്. ഒരു പ്രവചന ശബ്ദം തന്നെയാണ്. അതിൽ ആധ്യാത്മിക നിലവാരത്തിലുള്ള പ്രതിരോധം നാം സഭാ നിലവാരത്തിൽ കാണുന്നില്ല എങ്കിലും അതിനകത്തുള്ള നന്മ എന്നത് വരും തലമുറയിലേക്ക് എപ്രകാരമാണ് നീതി പ്രകടമാകേണ്ടതെന്നാണ്. കായികവും അക്കാഡമിക്സും അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമാണ് ദരിദ്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരുന്ന രണ്ട് വഴികൾ, രണ്ട് വാതായനങ്ങൾ. ആ വാതായനങ്ങളെ കെട്ടിയടയ്ക്കുക എന്നത് പറയുന്നത് സാമൂഹികപരമായ അനീതിയും അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള തലമുറയോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണ്. അതിനെതിരെ പ്രതിരോധിക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നുണ്ട്. അതൊരു ആത്മീക ചെറുത്തുനിൽപ്പാണ്. ചെറുത്തുനിൽക്കുന്നത് നാം മനസ്സിലാക്കണം. നീതിപരമായ ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഡൽഹിയിൽ നടക്കുന്ന പ്രതികരണം പലപ്പോഴും ചിന്തിക്കും, ചിലർ ഇങ്ങനെ ചിന്തിക്കും: എൻ്റെ ലോകം ഇവിടെയല്ല, എൻ്റെ പൗരത്വം ഇവിടെയല്ല, ഞാൻ സ്വർഗത്തിലെ വാസിയാണ്. നിന്നെ ഏൽപ്പിച്ച ഭൂമിയിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ നീ കാണാത്ത സ്വർഗത്തിൽ നീ എങ്ങനെ വിശ്വസ്തനായിരിക്കും? നിന്നെ ഏൽപ്പിച്ച മനുഷ്യൻ ആദ്യം കൊടുത്ത കൽപ്പന ഇതാണ്: ഭൂമിയെ അല്ലെങ്കിൽ ഏദനെ അല്ലെങ്കിൽ തോട്ടത്തെ പരിപാലിപ്പാനും സംരക്ഷിപ്പാനും അതിൽ അധ്വാനിക്കാനുമാണ് മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നത്. നിന്നെ ഏൽപ്പിച്ച നീ ആയിരിക്കുന്ന ഭൂമിയിൽ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, നീതി പുലർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ കാണാത്ത സ്വർഗത്തിൽ എപ്രകാരം നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയും? ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം എന്നത് അതൊരു അക്രമമല്ല, അത് ഒരു തുറന്നു പറച്ചിലാണ്, ഒരു പ്രവചന ശബ്ദമാണ്. ഇപ്രകാരം ഒരു രേഖപ്പെടുത്തൽ ഞാൻ ഓർക്കുന്നുണ്ട്: നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ചെയ്തതെങ്കിൽ അത് അക്രമമല്ല, അത് പ്രതിരോധമാണ്.
കാരണം അവിടെ നിയമങ്ങളില്ല. വലിയ സാമ്രാജ്യ സമുദായങ്ങളൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തി നിൽക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഒരു ചെറുത്ത് നിൽപ്പാണ് പ്രവചന ശബ്ദം. ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് ഒരു തരത്തിലുള്ള ഒരു ഹാസ്യപരമായി മുന്നോട്ട് വന്ന ഒരു ആശയമാണെങ്കിൽ കൂടിയും അതിനകത്തുള്ള തീ യുവതലമുറയ്ക്ക് കൊടുത്ത മനോധൈര്യം വളരെ ശക്തമാണ്. ജനാധിപത്യത്തിന് നേരെയുള്ള കാർക്കിച്ചു തുപ്പലായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ലാത്തി ചാർജും അതുപോലെയുള്ള പ്രതിരോധവും. യുവതലമുറയെ ഏറ്റവും ശക്തമായി അടിച്ചമർത്തുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർ ഭയപ്പെടുന്നുണ്ട്. അവർ ഭയപ്പെടുന്നത് സത്യത്തെയാണ്. അവർ ഭയപ്പെടുന്നത് നീതിയാണ്. നാം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കെട്ടിടത്തിനകത്ത് ഒതുങ്ങുന്ന ഒരു ആത്മീയതയല്ല യഥാർത്ഥ പ്രാവചനിക ആത്മീയത. റിയൽ പ്രൊഫസി എന്ന് പറയുന്നത് സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, സാമൂഹിക നന്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ കൂട്ടരും മാത്രം മതി എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് മെൻ്റാലിസം അത് റിയൽ സ്പിരിച്വാലിറ്റി അല്ല, അത് സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത്രയേ ഉള്ളൂ. മുന്നോട്ട് വരിക, നാം നമ്മളാലാകുന്ന വണ്ണം പ്രതിഷേധിക്കുക. കാരണം സാമൂഹിക തിന്മകളെ പ്രതിഷേധിക്കാതെ യഥാർത്ഥ ആത്മീയതയുടെ വാതായനങ്ങളിലേക്ക് നിങ്ങൾക്ക് പുറപ്പെടുവാൻ കഴിയില്ല. കേവലം മറ്റൊരു ലോകത്തെപ്പറ്റി വിചിത്രമായി സ്വപ്നം കാണുന്നെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ഈ ലോകത്തിൽ നീ വിശ്വസ്തനാണോ എന്ന ചോദ്യം ഞാൻ അടിവരയിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ നീ വിശ്വസ്തനല്ല എങ്കിൽ നീ കാണാത്ത ലോകത്തിൽ നീ എങ്ങനെ വിശ്വസ്തനായിരിക്കും? യോഹന്നാൻ്റെ ലേഖനത്തിലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നിന്റെ കൺമുന്നിൽ കാണുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? അപ്രകാരം തന്നെ ഈ ചോദ്യം അവിടെ സ്പഷ്ടമായി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. സാമൂഹിക അനീതിക്കെതിരെ പ്രതിരോധിക്കുക. അതിനോടൊപ്പം തന്നെ ഏലിയാവിനെ പോലെ ആഹാബിൻ്റെ കൊള്ളരുതായ്മയെ, ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെ ആ കൊള്ളരുതായ്മയെ ചേർത്തതുപോലെ, നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ ദാവീദിൻ്റെ അനീതിയെ ചേർത്തതുപോലെ, ഇത്രയേറെ ഒത്തിരി ആടുകളുള്ളവൻ ഒരാടുള്ളവൻ്റെ സമ്പത്തിനെ അപഹരിച്ച് കൈക്കലാക്കുന്ന സമയത്ത് അത് നോക്കിക്കണ്ട് വൃതാവായി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ബിക്കോസ് അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ജസ്റ്റിസ്. അവൻ നീതിയുടെ ദൈവമാണ്. മെൽക്കിസെദക്ക് എന്ന് പറയുന്ന പദത്തിന് ഹീബ്രുവിൽ വളരെ ശക്തമായ ആശയമുണ്ട്. മെൽക്കി എന്ന് പറയുന്ന രാജാവാണ് മെലക്ക്. സെദക്ക് എന്ന് പറയുന്നത് നീതി. അവൻ നീതിയുടെ രാജാവാണ്. യഥാർത്ഥ പ്രതിഷേധവും യഥാർത്ഥ പ്രതികരണവും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് അവിടെയാണ് നമ്മുടെ ആത്മീയതയും വെളിവാകുന്നത്. സഭ എന്നത് 4 ചുവരല്ല എന്ന ആശയം നാം മനസ്സിലാക്കണം. സഭ ദൈവത്തിൻ്റെതാണെങ്കിലും ചർച്ച് ഓഫ് ഗോഡ് ആണ്, പക്ഷേ ചർച്ച് ഫോർ ദ പീപ്പിൾ ആണ്. കാരണം സഭ ദൈവത്തിനുള്ളതെങ്കിലും സഭ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ശബത്ത് ദൈവം കൽപ്പിച്ചതെങ്കിലും ശബത്ത് നിർമ്മിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ആ ആശയം മനസ്സിലാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.